UAE-യിൽ ഈ വർഷം നടപ്പിലാക്കുന്ന ഇൻവോയ്സിംഗ് സംവിധാനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ധനകാര്യ മന്ത്രാലയം. നികുതി ചോർച്ച തടഞ്ഞ് ഈ മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പുതിയ നിയമപ്രകാരം അംഗീകൃത സർവീസ് പ്രൊവൈഡർ വഴി മാത്രമേ കമ്പനികൾക്ക് ഇൻവോയ്സുകൾ സമർപ്പിക്കാൻ കഴിയൂ. ഇൻവോയ്സ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പ്രാഥമിക വിവരങ്ങൾക്ക് പിന്നാലെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഫെഡറൽ ടാക്സ് അതോറിറ്റിയും ധനകാര്യ മന്ത്രാലയവും പുറത്തുവിട്ടിരിക്കുന്നത്. ബിസിനസ്സുകൾക്ക് ഇൻവോയ്സ് തയ്യാറാക്കുന്ന രീതിയിൽ സമഗ്ര മാറ്റമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അംഗീകൃത സർവീസ് പ്രൊവൈഡർ വഴി മാത്രമേ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇൻവോയ്സുകൾ കൈമാറാനാകൂ. വാർഷിക ടേൺ ഓവറോ ലാഭമോ പരിഗണിക്കാതെ രാജ്യത്തെ മുഴുവൻ B2B കമ്പനികൾക്കും നിയമം ബാധകമാണ്. ഇൻവോയ്സിൽ കൂടുതൽ വിവരങ്ങൾ നിർബന്ധമാണെന്നും പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ടാക്സ് ഗ്രൂപ്പ് ഇടപാടുകൾക്കും നിയമം ബാധകമാണ്. ഗ്രൂപ്പ് കമ്പനികൾ തമ്മിലുള്ള ഇൻവോയ്സുകളും ഇതിൽ ഉൾപ്പെടും. ഇൻവോയ്സ് രേഖകൾ കുറഞ്ഞത് 5 വർഷം സൂക്ഷിക്കേണ്ടതുണ്ടെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. തുടക്കത്തിൽ B2B കമ്പനികൾക്കാണ് നിയമം ബാധകമെങ്കിലും രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ ചെറുകിട കമ്പനികളെയും ഈ ഇൻവോയ്സ് സംവിധാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. ഇൻവോയ്സുകൾ സമർപ്പിക്കുന്നതിന് കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ഫിനാൻസ്, ടാക്സ്, ടെക്നോളജി രംഗങ്ങളിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ജയൻ ബാലകൃഷ്ണൻ പറയുന്നു. ASP സെലക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ബ്രോഡായിട്ടുള്ളൊരു ഐഡിയ തരുന്നുണ്ട്. അവരുടെ ടെക്നിക്കൽ കോമ്പറ്റൻസിയും അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ കേപ്പബിലിറ്റീസും ഓഫ്കോഴ്സ് കൊമേഴ്സ്യൽ ടേംസും എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ASPനെ സെലക്ട് ചെയ്യാൻ. മുമ്പ് ഉണ്ടായിരുന്ന ഇൻഫർമേഷൻസിനേറ്റവും വളരെയധികം ഇൻഫർമേഷൻസ് ഇപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2018 വാറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നികുതി മേഖലയിലെ മാറ്റങ്ങൾക്ക് UAE ഭരണകൂടം തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷം കോർപ്പറേറ്റ് ടാക്സും രാജ്യത്ത് നടപ്പിലാക്കി. ഈ ഇൻവോയ്സ് സംവിധാനം കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ നികുതി മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ, ദുബായ്.